ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. അതുപോലെ തന്നെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ സ്ത്രീകൾ കുറച്ച് ബോൾഡായിട്ട് നിൽക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. രാവിലെ തന്നെ മക്കളൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ ഒന്ന് അലക്കി വിരിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നുള്ളത്. ഇനി അടിക്കലും തുടക്കലും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമുക്കൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും നമുക്ക് തന്നെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. 30 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും അവരുടെ മൈൻഡിൽ വരുന്നൊരു കാര്യമാണ് നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും ഏണിങ്സോ കാര്യങ്ങളോ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വീട്ടിലിരുന്നിട്ട് തന്നെ എന്ത് ചെയ്യാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സ്ത്രീകൾക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ എന്ത് ജോലി എടുക്കും, എനിക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ജോലി എടുക്കും, എനിക്ക് പറ്റുമോ അതിനൊക്കെ, അങ്ങനെയുള്ള കുറേ ഡൗട്ട് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും. അപ്പോൾ ഇതേ ഒരു ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ എനിക്ക് വേണ്ട ഏണിങ്സ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. യൂട്യൂബിൽ കൂടെ അല്ലാതെ ഞാൻ വേറെയും രീതിയിൽ ഞാൻ എനിക്ക് വേണ്ട ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ ഒരാളോട് ചോദിക്കാതെ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുമ്പോൾ അതിലുള്ള ഒരു കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഭയങ്കര തന്നെ കേട്ടോ. അപ്പോൾ അത് പറഞ്ഞറിയിക്കാനേ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിയുമ്പം അതിൽ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടാവില്ലേ, അപ്പോൾ അതൊരു വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏണിങ്സ് ഉണ്ടാക്കി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നിറവേറ്റി കഴിയുമ്പോഴുള്ള ഒരു മനസ്സുകൊണ്ടല്ലോ അതൊരു ഒന്നൊന്നരയാണ്. അത് അനുഭവിച്ചവർക്ക് അറിയായിരിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ രീതിയിൽ നമുക്ക് ആരും തരുന്നില്ല എന്നല്ല, നമ്മളെ രീതിയിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതിന് ഒരു എന്താ പറയുക വേറെ തന്നെ ഒരു എനർജിയാണ് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയൊരു ജഗ്ഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണേ. ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വെക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ വിചാരിക്കും നമ്മൾ വീട്ടിലിരുന്നിട്ട് എന്ത് ജോലിയാപ്പാ നമ്മൾ എടുക്കുക, നമ്മൾ എങ്ങനെയാപ്പാ അത് ചെയ്യുക അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ നമുക്കെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതൽ പേർക്കും വാട്സപ്പ് ഇല്ലാത്ത ഒരു കാര്യമില്ല. എല്ലാവർക്കും വാട്സപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൽ കുറേ നമ്മളെല്ലാവരെയും നമ്പർ ഉണ്ടാവും കേട്ടോ, കുറേ കോണ്ടാക്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സ്റ്റാറ്റസ് വെക്കുന്നവരും ആയിരിക്കും കൂടുതൽ പേരും. അപ്പോൾ നമുക്ക് എങ്ങനെ വേണേലും ഇപ്പോൾ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഈ വാട്സപ്പ് വഴി എങ്ങനെ വേണേലും ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീട്ടിലിരുന്നിട്ട് എന്ത് ജോലി ചെയ്താലും അത് നമ്മൾ വാട്സപ്പിലൂടെ എല്ലാവർക്കും അറിയപ്പെടും. കാരണം നമ്മൾ ഒരു പോസ്റ്ററായിട്ട് ഇട്ട് കൊടുത്താൽ അത് എല്ലാവർക്കും അറിയാം, ഇന്ന സാധനം ഇവർ ഉണ്ടാക്കുന്നുണ്ട്, ഇവരുടെ അടുത്തുനിന്ന് വാങ്ങിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവർക്കും അറിയും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ വേണേലും നമുക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പല രീതിയിലും പല തരത്തിലും ഞാൻ ഏണിങ്സ് ഉണ്ടാക്കാറുണ്ട്. കാരണം നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ ചോദിക്കും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ എന്തൊരു ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എന്താട്ടെ നമ്മളെ ഷോപ്പിലൊന്നും കൊടുക്കുന്ന പോലെ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ച് കുറഞ്ഞ രീതിയിൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ ആൾക്കാർ നമ്മുടെ ഇതിലേക്ക് തന്നെ വരും. ഒരിക്കൽ 2 പ്രാവശ്യം ഇങ്ങനെ വാങ്ങിച്ച് ടേസ്റ്റ് നോക്കും. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് തന്നെ എപ്പോഴും ഓർഡർ തരും കേട്ടോ. അപ്പോൾ എന്തായാലും അച്ചാറാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ആവട്ടെ എന്തായാലും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു കാര്യം തുടങ്ങി വെച്ചിട്ട് അപ്പോൾ അത് ആരും വാങ്ങിക്കുന്നില്ലല്ലോ, ആരും ഒന്നും ചോദിക്കുന്നില്ലല്ലോ സ്റ്റാറ്റസ് വെച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും കേട്ടോ. അപ്പോൾ അതൊന്നും കാര്യമാക്കരുത്. നമ്മൾ എന്താ പറയുക മുമ്പോട്ട് വെച്ച കാല് പിമ്പോട്ട് വെക്കരുത്. അപ്പോൾ അത് നമ്മൾ ഡെയിലി സ്റ്റാറ്റസ് ഇടുക. എപ്പോഴെങ്കിലും ഒരിക്കൽ ആരെങ്കിലും ചോദിക്കാതിരിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓർഡേഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ ഡെയിലി സ്റ്റാറ്റസ് ഇടണം.
അപ്പോൾ നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും അത് സ്റ്റാറ്റസ് ഇട്ടിട്ട് നമ്മൾക്ക് ഓർഡേഴ്സ് എടുക്കാവുന്നതാണ്. പിന്നെയെന്ന് വെച്ചാൽ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ മെഹന്തീൻ്റെ ചെയ്യുന്നുണ്ട്, പിന്നെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുന്നുണ്ട്. കേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ എന്താ വെച്ചാൽ പുഡിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ഒന്നും കിട്ടില്ല, നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കേ കിട്ടൂ. പക്ഷേ ഡെയിലി ഞാൻ സ്റ്റാറ്റസ് വെക്കും കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അങ്ങനെ കുറേ തരങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അകമൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറേ ചെടികൾ അകത്ത് വെക്കുന്നതിന് 2-3 ദിവസമായിട്ടാണ് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ എന്തോ ഒരു വാടിയ പോലെ കാണുന്നു. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് എടുത്ത് വെള്ളമൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 ദിവസമായിട്ടാണ് ഇതിൻ്റെ മരമൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുത്തിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയെടുക്കണം. അതൊക്കെ തട്ടിയെടുത്ത് വേഗം ഞാൻ ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമ്മൾ സ്ത്രീകൾ എന്ത് ജോലി ചെയ്യുമ്പോഴും കുറേ ആൾക്കാർ കളിയാക്കലിന് നിന്നിട്ടുണ്ടാവും. എത്രയോ ആൾക്കാർ ഇവൾ ഇതൊക്കെ ചെയ്തിട്ട് ഇവൾക്ക് എന്ത് കിട്ടാനാ, കുറേ ക്യാഷ് കിട്ടിയോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്യാഷൊക്കെ എവിടെ വെച്ചു, അങ്ങനെയൊക്കെ കുറേ പേര് കളിയാക്കലിലൂടെ പറയും. ഇത്രയൊക്കെ നിങ്ങൾ ചെയ്തിട്ട് ഇത്രയാണോ ഇതിൽ നിന്നും കിട്ടുന്നത്, എത്ര കിട്ടുന്നു, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർക്ക് എന്താ പറയുക ഒരു കളിയാക്കലിൻ്റെ രൂപത്തിൽ പറയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്തുകൂടാ. നമ്മളെ രീതിയിൽ തന്നെ നമ്മൾ പോവാം. അവർ പറയുന്നത് നമ്മളൊന്നും ചെവി കേൾക്കാതെ നമ്മളെ രീതിയിൽ തന്നെ ചെയ്തുകൊണ്ട് പോവാം. അപ്പോൾ നമുക്ക് എല്ലാം നല്ല രീതിക്ക് തന്നെ പോകും കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വിങ്ങലുണ്ടാവും കേട്ടോ. ഒരു കളിയാക്കലിൻ്റെ രീതിയിൽ പറയുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലിങ്ങനെ വെക്കാം. നമ്മളെ മാവും പൂക്കും എന്ന് പറയുന്നില്ലേ, അതുപോലെ. അങ്ങനെ കുറേ കളിയാക്കലുകൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. കുറേ പരിഹാസങ്ങളും കളിയാക്കലുകളും ഒക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലും നമ്മുടെ ഫാമിലീസ് തന്നെയായിരിക്കും. പക്ഷെ ഞാനതൊന്നും ഇപ്പം മൈൻഡ് ചെയ്യാറില്ല. അൽഹംദുലില്ലാ എൻ്റെ രീതിക്കുള്ള ഏണിങ്സൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പിന്നെന്താ, ചെറിയ രീതിക്ക് നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. കുറേ പേര് പെരുന്നാളപ്പങ്ങളൊക്കെ ചുട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ അച്ചാറിട്ട് കൊടുക്കുന്നുണ്ട്. എന്ത് നമുക്ക് നമ്മുടെ രീതിയിൽ എന്ത് കഴിയുന്നു അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വലുതാവണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല കേട്ടോ. അത് കുറേ പരിശ്രമിച്ചതിന് ശേഷമാണ് നമ്മൾ ഒന്ന് കുത്തിയായിട്ട് നിൽക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെന്താ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം. ഒന്ന് നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.